പാരമ്പര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും മുഖമുദ്ര പതിപ്പിച്ച് പൊന്നറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഒക്ടോബർ 13 വരെ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി.സി. ബിജു നിർവഹിച്ചു. ഒക്ടോബർ 13 വരെയാണ് ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവം നടക്കുന്നത്. തന്ത്രി ആഞ്ഞം മധുസൂദൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. അന്തരീക്ഷം ഇവിടെ സംജാതമാകട്ടെ. വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും നമ്മെ പഠിപ്പിച്ച സനാതന ധർമ്മത്തിന്റെ പവിത്രവും ധന്യവുമായ മുഹൂർത്തമാണ് ഇപ്പോൾ നാം നിർവഹിക്കുന്നത്. മേനിയുടെ ഒപ്പം നിന്ന് ഇവിടെ നവരാത്രി എന്ന 9 രാത്രികളിലെ ഉത്സവത്തിൽ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി.സി. ബിജു ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാരണം ഇവിടെ ഈ നവരാത്രി പരിപാടികൾ ആദ്യമായിട്ട് ആസൂത്രണം ചെയ്യുന്നത് ഞാനുള്ള സമയത്താണെന്ന് തോന്നുന്നു. അത് തുടർച്ച പിന്നീട് ഈ ക്ഷേത്രത്തിൽ അത് തുടർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ നവരാത്രിയുടെ ഉദ്ഘാടകർ എന്ന രീതിയിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കണമെന്നാണ് അദ്ദേഹം ജയരാജ് വാര്യർ എന്നോട് ആവശ്യപ്പെട്ടത്. അത് സന്തോഷത്തോടെ ഇന്നത്തെ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് പ്രാഥമികമായിട്ട് ഞാൻ അറിയിക്കാം. ജയരാജ് വാര്യർ, ക്ഷേത്രം തന്ത്രി അണ്ടറാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, മലബാർ ദേവസ്വം ബോർഡ് ഇൻസ്പെക്ടർ പി. സുരേഷ്, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ. ദിനേശൻ, മഹർഷി വിദ്യാലയം മാനേജിംഗ് ഡയറക്ടർ ടി. കെ. വിനയഗോപാൽ, പാരമ്പര്യ ട്രസ്റ്റി എ. ഇ. നാരായണൻ, വി. പി. ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കലാകാരന്മാരായിട്ടുള്ളവർ, കലകളിൽ പ്രാവീണ്യമുള്ളവർ, മഹാകലാകാരന്മാർ, പുതിയതായി വരുന്നവർ, അവരെല്ലാവരും ഒരുപോലെ കൊണ്ടാടുന്ന ഒന്നാണ് ഈ കലയുടെ ഈ 9 ദിനങ്ങൾ. നവരാത്രി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പുതുക്കി പണിയുന്ന രാത്രികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. നവങ്ങളായ പുതിയ ആശയങ്ങൾ പുതിയ രീതിയിൽ അവതരിപ്പിക്കപ്പെടുകയും അതിലൂടെ പുതിയ കലാകാരന്മാർ വരികയും കുറേ കാലമായി കലാരംഗത്തുള്ളവരുടെ കലയെ ജനങ്ങളെത്തിക്കുകയും നമ്മുടെ മനസ്സിനെ വീണ്ടും പുതുക്കി പണിയുകയും ചെയ്യുന്ന ഒരു വലിയ ഒന്നാണ് നവരാത്രി. ആ നവ എന്ന വാക്കിന് 9 എന്ന് മാത്രമല്ല അർത്ഥം. ഇവിടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ പറഞ്ഞല്ലോ സരസ്വതി ദേവിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. സരസ്വതി എന്ന വാക്കിൽ സരസ്, അതോടൊപ്പമുള്ള ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകം എന്ന് പറഞ്ഞു, അതിൻ്റെ ദേവത എന്ന് പറഞ്ഞു, പിന്നെ അദ്ദേഹം അതിനെ പ്രവാഹം എന്നും പറഞ്ഞു. ക്ഷേത്രം തന്ത്രിമാരായ ആഞ്ഞം മധുസൂദൻ നമ്പൂതിരി, അണ്ടലടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വിശേഷാൽ പൂജകൾ, വൈകുന്നേരം കലാപരിപാടികളും നടക്കും.